ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന്റെ അതേ മോഡലിൽ തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ് കർണാടകയിലെ സർക്കാരും. കേരള സർക്കാരിനെ മുന്നിൽ കണ്ടുകൊണ്ട്, കേരള സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നത് എന്നാണ് സൂചന. കർണാടകയിൽ സാമൂഹ്യ പദ്ധതികൾക്ക് പണമില്ലെങ്കിലും MLA-മാരുടെ ശമ്പളത്തിൽ ഇരട്ടി വർധനവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിവിധ സാമൂഹിക പദ്ധതികൾക്കുൾപ്പെടെ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടെയാണ് MLA-മാരുടെ ശമ്പളത്തിൽ ഇരട്ടി വർധന ഉണ്ടായിരിക്കുന്നത്. MLA-മാരുടെ അടിസ്ഥാന ശമ്പളം 40,000 രൂപയിൽ നിന്നും 80,000 രൂപയാക്കി ഉയർത്തി. നിലവിൽ അലവൻസുകൾ ഉൾപ്പെടെ 3 ലക്ഷത്തോളം രൂപ മാസവരുമാനമുള്ള MLA-മാർക്ക് 5 ലക്ഷം രൂപ വരെ ഇനി വർധനമുണ്ടാവും. 2 ലക്ഷത്തോളം രൂപയുടെ വർധനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ശമ്പളം 75,000 നിന്നും 1.5 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. മന്ത്രിമാരുടെ ശമ്പളം 60,000 നിന്നും 1.25 ലക്ഷമാക്കി. സമാനമായി സ്പീക്കറുടെ ശമ്പളത്തിനും വർധനമുണ്ട്. 50,000 രൂപ വർദ്ധിപ്പിച്ച് 1.25 ലക്ഷമാക്കി ഉയർത്തി. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലും MLA-മാർ ശമ്പള പരിഷ്കരണ ശുപാർശകൾ മുന്നോട്ട് വെച്ചിരുന്നു. BJP MLA അരവിന്ദ് ബെല്ലാറ്റ് ഉൾപ്പെടെ നിരവധി പേരാണ് ശമ്പള വർധന ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എല്ലാവരും അതിജീവിക്കണം, സാധാരണക്കാരെ പോലെ തങ്ങളും കഷ്ടപ്പെടുകയാണെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വര ശമ്പള വർധനയെക്കുറിച്ച് അഭിപ്രായപ്പെടുകയും ചെയ്തു. MLA-മാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിന് വലിയ തെറ്റൊന്നുമില്ല. പക്ഷേ MLA-മാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ഊർജവും സർക്കാരിന് വേണ്ടതാണ്. കേരളത്തിലും പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തോട് കരഞ്ഞു വാങ്ങിക്കുന്ന പണം മുഴുവൻ മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിയുടെയും ഒക്കെ ക്ഷേമത്തിനും അവർക്ക് ബാക്കിയുള്ള ഉദ്യോഗസ്ഥരുടെ യാത്രയ്ക്കും അതുപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങാനും ഒക്കെ തന്നെയാണ് ചെലവാക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ പോലും മുടങ്ങുകയാണ് കേരളത്തിൽ എന്ന ഗുരുതരമായ ആക്ഷേപവും നിലനിൽക്കുന്നു. അതേ വഴിയിലൂടെയാണ് കർണാടക സർക്കാരും ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്.